അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അവരിൽ ഭൂരിഭാഗം ആളുകൾ ഒന്നും രണ്ടും പ്രാവശ്യം വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയവരാണ് അല്ലാഹ്. അല്ലാഹുവേ, കൊണ്ടുപോകുന്ന തേനാകുന്ന നിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ തേന് അത് വലിയ ഔഷധമാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിലെല്ലാം നിനക്കുമുള്ള സമാധാനം കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് അവരുടെ കുടുംബത്തിന് കൊടുക്കണേ അല്ലാഹ്. എന്തെങ്കിലും മുറാദുള്ളവരുടെ മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹുവേ, അവർ ഈ വിളിച്ച സമയം മുതൽ അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഖൽബിലെ വേദനകളെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ സാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് മരണം ഖൈറാക്കണേ അല്ലാഹ്. അവരുടെ ഖബർ സന്തോഷമാക്കണേ അല്ലാഹ്. മഹ്ശറിൽ അർശിന്റെ തണൽ കൊടുക്കണേ അല്ലാഹ്. സിറാത്തിലൂടെ കടക്കുമ്പോൾ ഹബീബിന്റെ കൈകൾ കൊടുക്കണേ അല്ലാഹ്. അവസാനം സ്വർഗ്ഗത്തിലെ മുത്തനബിയുടെ ജിവാർ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ തമ്പുരാനേ, ഹബീബിനെ കാണാതെ അവരെയൊന്നും മരിപ്പിക്കല്ലേ അല്ലാഹ്. ആരെല്ലാം ഇത്രയും ദിവസം ഇത്തരം ലേലത്തിലും ഈ തേൻ വിളിച്ചെടുക്കുന്നവരോ പങ്കെടുത്തിട്ടുണ്ടോ അല്ലാഹ്, ഇനി ആരെല്ലാം പങ്കെടുക്കാൻ മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഈ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഹബീബിന്റെ ഖബർ സിയാറത്ത് ചെയ്യാതെ ഒരാളെയും റൂഹിനെ പിടിക്കില്ലേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പേ ഒരു വട്ടമെങ്കിലും ആ മുത്തിനെ മനാമിൽ കാണാൻ അവർക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്.